ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുന്നതിനിടയിൽ വന്ന ഫോൺ കോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെയാണ് എന്ന സൂചന വരികയാണ്. ഇന്ന് മാത്രവുമല്ല, ഡോക്ടർ ഹാരിസ് ഹസനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചുവെന്ന വാർത്തയുണ്ട്. കാണാതായ ഉപകരണം കണ്ടെത്തിയെന്ന റിപ്പോർട്ടിൽ ഡോക്ടർ ഹാരിസ് ഹസനെതിരെ പരാമർശമൊന്നുമില്ല. ഹാരിസ് ഹസനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് KGMCT പ്രതിനിധികൾക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയതായും സൂചനയുണ്ട്. അതിനിടെ ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിനിടയിലാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെ സൂപ്രണ്ടിനെ വിളിച്ചത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥനാണെന്ന് സ്ഥിരീകരണം ലഭിച്ചു. 24-ന് വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ കണ്ടെത്തലിൽ നിന്ന് വാർത്താ സമ്മേളനം മാറിയപ്പോഴാണ് താൻ വിളിച്ചതെന്ന് DME 24-നോട് സ്ഥിരീകരിച്ചു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ശരിക്കും വാർത്താ സമ്മേളനത്തിൽ വന്ന ഫോൺ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പോലും അറിയാതെ നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ട് തത്തിക്കളിക്കുന്നത് കണ്ടു. മാത്രമല്ല, അത് സാർ എന്ന് വിളിക്കുമ്പോൾ ഏതോ മേലുദ്യോഗസ്ഥനാണെന്ന് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോഴത്തെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറാണ്, ഡോക്ടർ വിശ്വനാഥനാണ് എന്ന വിവരം സ്ഥിരീകരിച്ചോ? പൂർണ്ണമായും സ്ഥിരീകരിക്കുകയാണ് ഈ മണിക്കൂറിൽ. കാരണം ഇന്നലെ ഈ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ അതിനിടയിൽ ഉണ്ടായിട്ടുള്ള അസ്വാഭാവികമായ സംഭവങ്ങളടക്കം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും നടത്തുന്ന വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിനിടയിൽ വളരെ വിവാദമായൊരു സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിനിടയിൽ ഒരു ഫോൺ കോൾ വരുന്നു. അതിനുശേഷം അതിനനുസരിച്ച് ഈ വാർത്താ സമ്മേളനം പോകുന്നു എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു. ഏതായാലും ഈ സാഹചര്യത്തിൽ DME ഡോക്ടർ വിശ്വനാഥൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ആ സമയത്ത് സൂപ്രണ്ടിനെയും പ്രിൻസിപ്പളിനെയും വിളിച്ചത് എന്നുള്ളത്. അദ്ദേഹം പറയുന്ന കാര്യം, വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ കണ്ടെത്തൽ മാധ്യമങ്ങളെ അറിയിക്കാനായിരുന്നു നിർദ്ദേശം നൽകിയത്. അതിന് പുറത്തുള്ള കാര്യങ്ങളിലേക്ക് വാർത്താ സമ്മേളനം മാറിയപ്പോഴാണ് സൂപ്രണ്ടിന് കോളെത്തിയത്. വിളിച്ചതിൽ അസ്വാഭാവികതയില്ലെന്നും DME വിശ്വനാഥൻ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഇന്ന് നമ്മൾ കുറച്ചുകൂടി ക്ലോസ് വിഷ്വലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രം, അതായത് ഈ സൂപ്രണ്ടിന് വന്ന ഫോണിന്റെ ഈ പ്രൊഫൈൽ ചിത്രമായി നമ്മൾ കണ്ടതും വിശ്വനാഥന്റെ ഫോട്ടോ തന്നെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. ഏതായാലും ഡോക്ടർ ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട വിവാദം അത് ആരോഗ്യവകുപ്പിന് വലിയ തലവേദനയായ സാഹചര്യത്തിൽ അത് അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ അത് ആരോഗ്യവകുപ്പ് ആലോചിക്കുകയാണ്. വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ടിന്റെ കരട് ഇന്നലെ DME കൈമാറിയിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഇതിന്റെ അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച നൽകും. ഈ കാണാതായി പോയ ഉപകരണം അത് കണ്ടെത്തിയെന്ന് മാത്രമായിരിക്കും റിപ്പോർട്ടിൽ പരാമർശം. അതിനാൽ അന്വേഷണം തുടരേണ്ടതില്ല. ഏതെങ്കിലും തരത്തിൽ ഹാരിസ് ചിറക്കലിന്റെ പേരോ അദ്ദേഹത്തിന്റെ കാര്യങ്ങളോ അതിൽ മെൻഷൻ ചെയ്യില്ല. മാത്രവുമല്ല, HDS വഴിയുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തണം എന്നുള്ള ശുപാർശ അതടക്കമുള്ള കാര്യങ്ങളും നൽകിയായിരിക്കാം ആ റിപ്പോർട്ട്, തിങ്കളാഴ്ച നൽകുന്ന അന്തിമ റിപ്പോർട്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിനിടെ മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു. ഈ ഡോക്ടർമാരുടെ സംഘടന KGMCTയുടെ പ്രതിനിധികൾ ആരോഗ്യമന്ത്രിയെ കണ്ട് ഇവരുടെ ആശങ്കകൾ അറിയിച്ചു എന്നുള്ളതാണ് ആ വിവരം. ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്താമെന്ന് മന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, അവരും സമാനമായ രീതിയിൽ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്വതന്ത്ര അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ KGMCTയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ ഉണ്ടാകും. ഏതായാലും ഈ വിവാദം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നിലവിൽ ലക്ഷ്യം വെക്കുന്ന കാര്യം. തിങ്കളാഴ്ച അന്തിമ റിപ്പോർട്ട് നൽകുന്നതോടുകൂടി ആ വിവാദത്തിന് ഒരു പക്ഷേ തിരശ്ശീല വീഴും. അപ്പോഴും ചോദ്യങ്ങൾ പലതുയരും. മെഡിക്കൽ കോളേജിലെ ഈ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ്, അതിലാരായിരുന്നു ഇടപെട്ടത്, ജനകീയനായ ഒരു ഡോക്ടറെ ആരാണ് ക്രൂശിക്കാൻ കൂട്ടുനിന്നത്, സിസ്റ്റമാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അത്തരം ചർച്ചകൾ അത് വീണ്ടും തുടരുക തന്നെ ചെയ്യും. ഷഫീദെ, മറ്റൊരു കാര്യം, നമുക്ക് ഈ ഡോക്ടർ വിശ്വനാഥനുമായി ഈ കാര്യം സംസാരിക്കാൻ പറ്റിയെന്നാണോ പറയുന്നത് ഷഫീദ്? അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, അതിൽ അദ്ദേഹം പറയുന്ന കാര്യം, ഒരു അസ്വാഭാവികതയും ഈ വിഷയത്തിലില്ല. സാധാരണ ഒരു കണ്ടന്റിനെ കുറിച്ച് വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ, ആ റിപ്പോർട്ടിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ പറയൂ എന്ന് നിർദ്ദേശിക്കാനാണ് താൻ വിളിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്ന കാര്യം. ഷഫീദ്, എന്തായാലും ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് വീണ്ടും ജോയിൻ ചെയ്യുകയാണല്ലോ, കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം. മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു ചെറിയൊരു മാനസിക വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വലിയൊരു സംശയത്തിൻ്റെ നിഴലിടാൻ ഈ വാർത്താ സമ്മേളനവും അതുപോലുള്ള പിന്നീട് അതിന് മുമ്പുള്ള സംഭവങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ ഹാരിസ് ഹസനെ നമ്മൾ അഭിനന്ദിക്കണം. കാരണം ഇത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടായിട്ടും അതേ ആശുപത്രിയിലേക്ക് മടങ്ങിപ്പോകാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അതേ രോഗികളെ കാണാനൊക്കെ അദ്ദേഹം തീരുമാനിക്കുന്നു. സാധുക്കളായ രോഗികളെ പരിപാലിക്കുന്നതാണ് തൻ്റെ അവതാര ലക്ഷ്യമെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇന്ന് ജോലിയിൽ ജോയിൻ ചെയ്യുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കണം. എ ബിഗ് സല്യൂട്ട് ടു ഡോക്ടർ ഹാരിസ് ഹസൻ. പറയൂ ഷഫീദ്.
ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാരിസ് ചിറക്കലിന്റെ വീട്ടിലാണ്. അദ്ദേഹം ഈ വീട്ടിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം നമുക്കറിയാം ഈ വീട്ടിൽ നിന്ന് ഒരു 2 വീലറിൽ ആശുപത്രിയിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ വീട്ടിൽ അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കണം. അദ്ദേഹത്തെ ഹാരിസ് ചിറക്കലിനെ രാവിലെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഈ വീട്ടിൽ നിന്നാണ് ആശുപത്രിയിലേക്ക് പോയത്. അദ്ദേഹം ഈ വിവാദങ്ങൾ തുടങ്ങിയതിന് ശേഷം അവധിയെടുത്തു. വലിയ തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലായിരുന്നു അദ്ദേഹം. അവധിയെടുത്ത ശേഷം അദ്ദേഹം അവിടെ നിന്ന് തിരികെ ഈ മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകാനുള്ള ഒരു നീക്കം അത് ഉറപ്പിച്ചു. ഒരു തരത്തിലും താൻ വിട്ടുവീഴ്ചയില്ല. കാരണം സാധാരണ ഇത്തരം ഈ വിയോജിപ്പുകളുള്ള സർക്കാർ ഡോക്ടർമാർ ലക്ഷങ്ങൾ മുടക്കി അവരെ എടുക്കാൻ ഈ പ്രൈവറ്റ് ആശുപത്രികളുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു നീക്കത്തിലേക്കൊന്നും പോകുന്നില്ല. മാത്രമല്ല ഈ ഹാരിസ് ചിറക്കൽ എവിടെ നിന്നാണ് ഇത് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥി, ഒരു യുവാവ് അയാൾക്ക് ചികിത്സ നൽകാൻ കഴിയാതെ പ്രതിസന്ധി ഉണ്ടായ സാഹചര്യത്തിൽ മാനസിക സമ്മർദ്ദം മൂലം, തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരാളെന്ന രീതിയിൽ മാനസിക സമ്മർദ്ദം മൂലം തുടങ്ങി വെച്ചൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. സിസ്റ്റം ഒന്നടങ്കം അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് കണ്ടു. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പോലും ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ മുകളിൽ സംശയത്തിന്റെ ഒരു നിഴൽ വിരിച്ചായിരുന്നു ആ വാർത്താ സമ്മേളനം. അതൊക്കെ പിന്നീട് പലതരത്തിൽ ചർച്ചയായി. അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുമെന്നുള്ള ആരോഗ്യമന്ത്രിയുടെ ഈ സംഭവത്തിന് ശേഷമുള്ള ആദ്യ പ്രതികരണം പിന്നീട് മാറി മറിയുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ നടന്നതിനൊടുവിൽ അദ്ദേഹം ഇന്ന് വീണ്ടും അദ്ദേഹത്തിന്റെ വിഭാഗത്തിലേക്ക് ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുകയാണ്. ഒരു ജനകീയനായ ഡോക്ടർ എന്നതിനപ്പുറത്തേക്ക്, സത്യസന്ധനായ ഡോക്ടർ എന്നതിനൊക്കെ ആതുര സേവന രംഗത്ത് അദ്ദേഹത്തിന് ഇനിയും നമ്മളുടെ ആരോഗ്യ മേഖലയിൽ കുറെ കാര്യങ്ങൾ സംഭാവന ചെയ്യാനുണ്ട് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.